താലൂക്ക് ആശുപത്രിയിൽ മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും വാങ്ങിയതിൽ ക്രമക്കേട് നടന്നെന്ന് നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട്. 2023-24 ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇടപാടുകൾക്ക് കൃത്യമായ രേഖകളില്ലെന്ന് പറയുന്നത്. കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഔഷധങ്ങളും മെഡിക്കൽ ഉപകരണങ്ങളും വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. നഗരസഭയുടെ 2023-2024 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ക്രമക്കേടുകൾ വ്യക്തമാക്കുന്നത്. 10 ലക്ഷം രൂപയുടെ ഇടപാടുകൾക്ക് കൃത്യമായി രേഖകളില്ലെന്ന് ഓഡിറ്റിൽ പറയുന്നു. ഫയലുകളിൽ രേഖകൾ ലഭ്യമല്ലാത്തതിനാൽ ഈ തുക ഓഡിറ്റ് വിഭാഗം മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട്. ഡയാലിസിസിന് വേണ്ട മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങാനുള്ള 10 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ 8,03,170 രൂപയുടെ ബില്ലുകളോ അനുബന്ധ രേഖകളോ ഫയലിൽ ഇല്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഔഷധം വാങ്ങാൻ 20 ലക്ഷം രൂപ അടങ്കലുള്ള പദ്ധതിയിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി തുക നൽകിയതിൽ 2,42,613 രൂപയുടെ മരുന്നുകൾ ലഭിച്ചതിന് രേഖകളില്ലെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മരുന്നുകൾ ലഭിച്ചതിന്റെ വിവരങ്ങൾ നൽകാൻ അധികൃതർക്ക് കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും ഈ വകയിലുള്ള ആകെ 10,45,783 രൂപയുടെ ചിലവ് ഓഡിറ്റ് വിഭാഗം തടഞ്ഞിരിക്കുകയുമാണ്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് 1,09,750 രൂപ മുൻകൂർ നൽകി 1 വർഷത്തോളമായിട്ടും സാധനങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. ECG മിഷൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് ആശുപത്രിയിൽ ഇതുവരെ ലഭിക്കാഞ്ഞത്. ആശുപത്രി സൂപ്രണ്ട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ഉപകരണങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് തുക ഓഡിറ്റിൽ തടഞ്ഞുവെച്ചിരിക്കുകയാണ്. അതേസമയം കായംകുളം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയുടെയും മെഡിക്കൽ സൂപ്രണ്ടിന്റെയും ഭാഗത്തു നിന്നും കർശന നിരീക്ഷണം ഉണ്ടാകണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. CDNet ന്യൂസ്, കായംകുളം.